ഹായ് ഹലോ നമസ്കാരം. കമ്മ്യൂണിറ്റി ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ലേഡീസ് അവൻ്റെ കുക്കറി സെഗ്മെൻ്റായ ടുഡേസ് ടേസ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വിവിധ തരം ടേസ്റ്റുകൾ ഒക്കെ അന്വേഷിച്ച് റെസിപ്പീസൊക്കെ അന്വേഷിച്ച് എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം നാലാഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. നാലാഞ്ചിറയിലുള്ള നമ്മുടെ ഷൈനി ചേച്ചി നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഇന്ന് എന്ത് ഐറ്റമാണ് ഉണ്ടാക്കി തരാൻ പോകുന്നതെന്ന് ചോദിച്ചറിയാം. ചേച്ചി, വെൽക്കം ടു ദ ഷോ. അപ്പോൾ ഇന്ന് നമുക്ക് എന്താ ഉണ്ടാക്കി തരുന്നത്? നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ബീഫ് പോക്കറ്റ്സ് ആണ്. ബീഫ് പോക്കറ്റ്സ് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റും. ഇതെല്ലാം ഓക്കെ. നമ്മൾ അതിന് മുന്നേ ചേച്ചി എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞു തരാം. ചേച്ചി ഇപ്പോൾ ഒരു ഹോം ബേക്കറാണ്, പിന്നെ ഒരു ഹോം ഷെഫും കൂടെയാണ് അല്ലേ? കുട്ടി കുട്ടി സ്നാക്സും ഐറ്റംസും ഒക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഓർഡർ അനുസരിച്ച് ബിരിയാണിയും അങ്ങനത്തെ ഐറ്റംസും ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മോളാണ് ഹോം ബേക്കറായിട്ട് ഷൈൻ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. നോർമൽ കേക്ക്സും ഒക്കെ ചേച്ചി ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഓർഡേഴ്സ്, കേക്ക്സിൻ്റെ ഐറ്റംസും ഓർഡേഴ്സും ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേച്ചീനെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം ബീഫ് പോക്കറ്റ്സ് ആണ്. അപ്പം ബീഫ് കൊണ്ടുള്ള എന്താ ഒരു സ്നാക്കാണ്, ഈവനിങ് സ്നാക്കാണ്. ഓക്കെ. നമുക്ക് ആദ്യം ഇൻഗ്രീഡിയൻസ് പറയാം, എന്നിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ആദ്യം നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കണം. ബാറ്റർ ഉണ്ടാക്കിയിട്ട് അത് ബ്രെഡിലാണ് ഇത് ഫില്ല് ചെയ്യുന്നത്. ഫില്ലിങ് വെക്കുന്ന ബ്രെഡിലാണ്. ആ ബ്രെഡ് എന്നിട്ട് ഫില്ല് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ട് ഈ ബാറ്ററിൽ എടുത്തിട്ട് ഫ്രൈ ചെയ്യുക. അപ്പോൾ ആദ്യം ബാറ്റർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മുട്ട, ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയൊരു കളറിന് വേണ്ടി, ബാറ്ററിന് ഒരു ചെറിയൊരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കറുത്ത എള്ള് അതും ഈ ബാറ്ററിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയാണ് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ. അതിനുശേഷം പിന്നെ ഫില്ലിങ് ചെയ്യാനായിട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിനകത്ത് അത് ഫില്ല് ചെയ്യാനുള്ള സാധനങ്ങൾ ക്യാരറ്റ് ഉണ്ട്, അനിയനുണ്ട്, പിന്നെ ബീഫ് കുറച്ച് പെപ്പറും സോൾട്ടും കൂടി ഇട്ട് വേവിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, കുറച്ച് ഉപ്പ്. അത് ഈ ഫില്ലിങ്ങിൽ ഇത് ചെയ്യാൻ വേണ്ടി അത് വഴറ്റുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ. പിന്നെ വറക്കാനുള്ള എണ്ണ ആവശ്യമുള്ള എണ്ണ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി നമ്മളുടെ മാവിലേക്ക്, മൈദയിലേക്ക് ഒരു മുട്ട ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ആ ഒരു കളറിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന മൈദയുടെ ഒരു കളറിനനുസരിച്ച് നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ഉപ്പ്, അതും ആവശ്യത്തിന്. കറുത്ത എള്ള്. ഓക്കെ. ഇതെല്ലാം നമ്മൾ ബാറ്ററിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഐറ്റം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് ഇത്തിരി ബാറ്റർ കുറച്ച് ലൂസായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. മുക്കിപ്പൊരിക്കല്ല ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് വെള്ളം എപ്പോഴും ഒഴിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വേറെ ഈവനിങ് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈവനിങ് സ്നാക്സിൽ മെയിനായിട്ടുള്ളത് ഇലയപ്പം, കട്ട്ലറ്റ്സ് ഒക്കെ എന്ത് റേഞ്ചിലാണ് പെർ പീസ് കൊടുക്കുന്നത്? 20 റുപ്പീസാണ്. നമ്മൾ ഹോം മെയ്ഡ് ആകുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഒത്തിരി കൂടുതലായിരിക്കും അല്ലേ? നമ്മളൊരു ദോശമാവിൻ്റെ ഒക്കെ പരുവത്തിന് അത്ര പഴംപൊരിയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ നമുക്ക് വീട്ടിലും ആരൊക്കെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഒക്കെ അങ്ങ് പറയാം. പ്രേക്ഷകർക്ക് അതൊക്കെ കൂടെ അറിയാനായിട്ട് ആഗ്രഹം കാണും. ഹസ്ബൻഡ് ബിനോയ്, 2 മക്കളാണ്, 2 പെൺകുട്ടികളാണ്. മൂത്തയാൾ BSc ഫസ്റ്റ് ഇയർ ആയി, നിക്കി എന്നാണ് പേര്. ഇളയാൾ നവ്യ +1 പഠിക്കുന്നു. ആളൊരു ഹോം ഷെഫ്, ഒരു ബേക്കറാണ്. ഹസ്ബൻഡ് വർക്ക് ടെക്നോ പാർക്കിലാണ്, സോഫ്റ്റ്വെയർ ഫീൽഡിലാണ്. എന്ത് പറ്റുമോ, ഒരു 9 years ബാക്ക് ജോലിയൊക്കെ നിർത്തി എന്ന് പറഞ്ഞു. ഇനി അങ്ങനെ ഒരു പ്ലാൻ ഇല്ല, നമ്മൾ ഈ ഫീൽഡിൽ തന്നെ അങ്ങ് മുന്നോട്ട്? ഈ ഫീൽഡിലേക്ക് അങ്ങനെ ഇറങ്ങിയതല്ല, പിന്നെ അങ്ങനെ അങ്ങ് ബൈ ചാൻസിൽ വന്നു പോയതാണ്. അപ്പോൾ പിന്നെ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്രയും കണ്ടിന്യൂ ചെയ്യാന്നുള്ളത്. ഫുഡീസ് ആയിട്ടുള്ള മക്കൾക്ക് വേണ്ടിയിട്ടും ഹസ്ബൻഡിന് വേണ്ടിയിട്ടും ഉണ്ടാക്കി തുടങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫില്ലിങ് ഒന്ന് വഴറ്റിയെടുക്കാൻ. ശരി. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം, ഇതൊന്ന് വഴറ്റാനായിട്ടുള്ള ആവശ്യത്തിനുള്ള എണ്ണ. ഇതിപ്പം വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്താലും കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല. അപ്പോൾ കോക്കനട്ട് ഓയിലിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത് കുഴപ്പമില്ല. ആദ്യം ഈ ഒനിയൻ ഇട്ട് കൊടുക്കും. നമ്മളത് എത്ര ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്? നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നതിന് എത്ര ഐറ്റംസ് കിട്ടും? നമുക്ക് എത്ര നമ്പർ കിട്ടും? ഞാനിപ്പോൾ ഒരു 4-5 എണ്ണത്തിനുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എത്ര ഒനിയൻ ഉണ്ട്? 1 ഒനിയൻ. വലിയൊരു ഒനിയനാണ് എടുത്തിരിക്കുന്നത്. കുഞ്ഞായിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത്, വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിരിക്കുന്നതാണ്. അതിലേക്ക് തന്നെ ഞാനൊരു 3/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്,
ഒനിയൻ ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടെ ഒന്നിച്ചൊന്ന് ഇതായാൽ മതി. അല്ലെ ബ്രൗൺ ആവുന്ന വെയിറ്റ് ചെയ്ത് ക്യാരറ്റും വേവാനായിട്ട് ഇച്ചിരി ടൈം എടുക്കും അല്ലേ? ഇനി നമുക്ക് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ബാറ്ററിൽ ഇതിന് ഫില്ലിങ്ങിന് വേണ്ടി മാത്രമുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. ഓൾറെഡി ഞാൻ ബീഫിലും കുറച്ച് ഉപ്പിട്ട് വേവിച്ചതാണ്. ഇതിപ്പോൾ ഈ ക്യാരറ്റിനും മുന്നിനും വേണ്ടി മാത്രമുള്ള ഉപ്പാണ് ഇട്ടു. നമ്മൾ എങ്ങനെയായിരുന്നു ഫസ്റ്റ് ആയിട്ട് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത്? വന്നു പെട്ടതാന്ന് പറഞ്ഞു. എങ്ങനെയാ വന്നു പെട്ട സ്റ്റോറി എന്ന് പറഞ്ഞേ? വന്നുപെട്ട സ്റ്റോറി ആദ്യം ഞാൻ വീട്ടിൽ സാധാരണ ഗസ്റ്റൊക്കെ വരുമ്പം ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ കേക്കിന് അപ്പോൾ ഒരു ഇടയ്ക്കൊരു ഇവിടെ ഹോം ബേക്കേഴ്സ് അല്ലെങ്കിൽ ഹോം ഷെഫിന് വേണ്ടിയിട്ട് വേണ്ടത് പട്ടത്തൊരു നമ്മുടെ തന്നെ ഒരു കസിനായിരുന്നു. പുള്ളി ആദ്യമായിട്ട് ഇങ്ങനെ ഹോം ഷെഫ്സിൻ്റെ പ്രോഡക്ട്സ് മാത്രം കൊടുക്കുന്ന ഒരു വി മെയ്ഡ് ഇറ്റ് ഹോം എന്ന് പറഞ്ഞിട്ടൊരു തുടങ്ങിയായിരുന്നു. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് അതിലാണ് ആദ്യമായിട്ട് ഞാൻ കൊടുക്കാൻ തുടങ്ങിയത്. അതിലപ്പോൾ ക്യാരറ്റ് ഡേറ്റ്സ് കേക്കും പിന്നെ ബാക്കിയുള്ള പ്ലെയിൻ കേക്ക്സ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. കട്ട്ലറ്റ്സ്, കുക്കീസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ അത് കഴിച്ചിട്ട് വഴി പിന്നെ ഓർഡേഴ്സ് ഒക്കെ വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ മോള് ക്രീം കേക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ആ കേക്ക്സ് ഓർഡർ ചെയ്യുന്ന കൂട്ടത്തിൽ സ്നാക്സ് ചിലവ് വേണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതിന് അങ്ങനെയുള്ളവർക്കും അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മളിവിടെ സോട്ട് ചെയ്തു അല്ലേ? നല്ല ഒരു ഇതിലാക്കിയിട്ടുണ്ട്, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇനി എന്താ നമുക്ക് ഈ മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ ഒരു ആവശ്യത്തിന് ആവശ്യം അനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. ഇനി നമുക്ക് ഈ ബീഫ് മിൻസ് ചെയ്തിരിക്കുന്നതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണ് എടുത്തെന്ന് പറഞ്ഞാൽ? ഇതൊരു 100 ഗ്രാംസ് ആണ്. 100 ഗ്രാംസ്. നമ്മളിനി ഇത് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇനി ഇതിന് എണ്ണ വേണ്ട. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് എന്തായാലും ബേക്കിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഇപ്പോൾ കുട്ടികളുണ്ട്, അവരുടെ കാര്യം നോക്കണം. അതോടൊപ്പം തന്നെ ഇതും കൂടെ കൊണ്ടുപോകുമ്പോൾ വീട്ടിലെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ അല്ലേ? അപ്പം എങ്ങനെയാണ് വീട്ടിൽ അവിടെ ചേച്ചിയുടെ അമ്മയപ്പയും അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ്? എല്ലാവരും സപ്പോർട്ടാണ്. മക്കളും ഹസ്ബൻഡും പിന്നെ മമ്മിയും, ഇവിടെ ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ട്, എല്ലാവരും സപ്പോർട്ടാണ്. പിന്നെ ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ, പിന്നെ മക്കളും വലുതായല്ലോ, ഇപ്പം അവരുടെ കാര്യം എനിക്ക് ഒത്തിരി നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനൊക്കെ സമയം കിട്ടുന്നുണ്ട്. വീട് വളരെ മനോഹരമായിട്ട് ഭയങ്കര കിടിലമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ഓരോ സംഭവങ്ങളൊക്കെ ചൂസ് ചെയ്തേക്കുന്ന ആരാ? അത് ഞാനും ഹസ്ബൻഡും കൂടെയാണ് മിക്കവാറും എല്ലാം തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതൊരു ഇന്റീരിയർ ഒക്കെ ഒരുപാട് ഒരു ആർക്കിടെക്ട് ഉണ്ടായിരുന്നു. അവരിപ്പോൾ ഇന്റീരിയറൊക്കെ നമ്മൾ പറഞ്ഞതനുസരിച്ച് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് പുള്ളിക്കാരൻ അത് ചെയ്തു തന്നു. എന്നാലും നല്ല രീതിയിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഈ വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഓരോ സംഭവം കഴിയുമ്പോഴും ക്ലീനിങ്ങിൻ്റെ ഇതിൽ OCD ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് തിരുമ്പൊക്കെ തന്നെ ക്ലീൻ ചെയ്ത് അങ്ങനെ ഒരു ഇതിലാണ്. അവിടെ ആയോ? ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് അതിലേക്ക് ഇത് ഫില്ല് ചെയ്യാം. ഈ ഫില്ലിങ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇനി ബ്രെഡിലേക്ക് ഫില്ല് ചെയ്യാം. ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ആ ബാറ്ററിനെ ബ്രെഡിൻ്റെ 4 സൈഡിലേക്ക്, ബ്രെഡിനെ ഒന്ന് നമ്മൾ പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബ്രെഡിൻ്റെ 4 സൈഡിലേക്കും നമ്മൾ ഈ ബാറ്ററിനെ ഒന്ന് തടവിയിട്ടുണ്ടായിരുന്നു. അത് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അതെ അതെ. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഈ ബാറ്ററിൽ തന്നെയല്ലേ ഇനി മുക്കി നമ്മൾ പൊരിക്കാൻ പോകും? സെറ്റ് ചെയ്യാൻ വേണ്ടി വച്ചിട്ട് പിന്നെ പൊരിച്ചെടുക്കുള്ളൂ അല്ലേ? ഇതെല്ലാം ഒന്ന് ഫില്ല് ചെയ്തിട്ട് അപ്പോൾ നമ്മളിത് ഇവിടെ നമ്മളുടെ
എന്തായിരുന്നു ഇതിൻ്റെ പേര്, ബീഫ് പോക്കറ്റ്സ് അല്ലേ. ബീഫ് പോക്കറ്റ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ബാറ്ററിൽ മുക്കി മുരിച്ചെടുക്കണം, അത്രേ ഉള്ളൂ. അതുപോലെ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിക്കും. ശരി, ഒന്ന് മുങ്ങി പൊരിഞ്ഞ് വരുന്ന രീതിയിലുള്ള എണ്ണ എടുക്കണം അല്ലേ. ബാറ്ററിൽ മുക്കി അതോടെ അങ്ങ് ഇടുമല്ലേ, അത് മുക്കി വച്ചേക്കണം ഡയറക്റ്റ് ഇടുക. ശരി, ചൂടായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ബാറ്ററിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒന്നും കൂടെ ഒന്ന് പറയാവോ? മൈദ ഉണ്ടായിരുന്നു, പിന്നെ ഒരു മുട്ട ഒഴിച്ചിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കളറിനൊരു കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ എള്ള്, കറുത്ത എള്ള്. ഉള്ളിലുള്ള ഓൾറെഡി നമ്മൾ സോട്ട് ചെയ്തത് കാരണം അധികം അതിൻ്റെ ബേക്കിംഗ് അതിന് വേവാനായിട്ട് ടൈം ഓൾറെഡി വെന്തതാണ്. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് ഈ ബാറ്റർ ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി ബ്രെഡും. എത്ര നേരം നമ്മൾ ഫ്രൈ ചെയ്യണം? ആ ബ്രൗൺ ഷെയ്ഡ് ആവുന്നത്, ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ, നമ്മുടെ മീറ്റ് റോളിൻ്റെ ഒക്കെ ആ ഒരു ഷെയ്ഡ് വരുന്നവരെ. മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂക്ക് ഒരു ഹോം ബേക്കർ തന്നെ ആയിട്ട് ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാനാണ് താല്പര്യം എന്നുള്ളത്. എന്താണ് അമ്മയുടെ അഭിപ്രായം? ഹോം ബേക്കറായിട്ട് ഇപ്പോഴേ അങ്ങനെ ഞാൻ പറഞ്ഞ ഒരു പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ്, ഗ്രാജുവേഷനും പോരാ പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം അല്ലേ? പഠിക്കേണ്ട സമയത്തല്ലേ പഠിക്കാൻ പറ്റുള്ളൂ, പിന്നീട് പറ്റില്ലല്ലോ. ഒരു പ്രൊഫഷണലി എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്തതിന് ശേഷം പിന്നെ സൈഡ് ബിസിനസ്സായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നാണ് ഞാൻ. എന്നാലും എപ്പോഴും സൈഡായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗ്രാജുവേഷനും പോരാ പോസ്റ്റ് ഗ്രാജുവേഷനും. ഏത് വരെയാ ചേച്ചി പഠിച്ചിട്ടില്ല, എന്താ ചെയ്തിട്ടില്ല? ഞാൻ MSc മൈക്രോബയോളജി. അപ്പോൾ നമ്മളുടെ ബീഫ് പോക്കറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് എടുക്കാം. നല്ലൊരു എടുക്കാം. ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് പോക്കറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, അതുകൊണ്ട് കുറച്ചൊന്ന് ചൂട് മാറിയതിന് ശേഷം ടേസ്റ്റ് ചെയ്യാവേ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. കാണാമല്ലോ അല്ലേ നിങ്ങൾക്ക്? അപ്പോൾ നമ്മുടെ ബീഫ് പോക്കറ്റ്സിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യാം അല്ലേ? ചൂട് ചെറുതായിട്ട് മാറിയിട്ടേ ഉള്ളൂ. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണേ. ചേട്ടല്ലോ ധൈര്യമായിട്ട് കേട്ടോ. നല്ല ചൂടുമുണ്ട്, നല്ല ടേസ്റ്റുമുണ്ട്, കിലോട്ടുണ്ട്. അതിനടുത്ത് തരില്ല. ടേസ്റ്റ് നോക്കാം. ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് കഴിക്കാനായിട്ട് പറ്റിയ ഐറ്റമാണ്. നമുക്ക് ഈ ഐറ്റംസൊക്കെ, ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം വീട്ടിലെല്ലാവരുടെയും അവൈലബിൾ ആയിട്ടുള്ള ഐറ്റമാണ്. ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ കിഡ്ലമായിട്ട് ചൂടോടെ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എങ്ങനെയുണ്ട്? കൊള്ളാം. അപ്പോൾ എന്തായാലും സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് നേരെ ഷനി ചേച്ചിനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും രുചികരമായിട്ടുള്ള ഒരു ബീഫ് പോക്കറ്റ് എന്ന് പറയുന്ന ഐറ്റം ഉണ്ടാക്കി തന്നതിന് താങ്ക് യു സോ മച്ച്. അപ്പം വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിളിക്കുക ഓരോ ഐറ്റംസ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും മറ്റൊരു ഡിഷുമായിട്ട് ഉടനെ കണ്ടുമുട്ടാം. അതുവരെ ടാറ്റ, ബൈ ബൈ.